വെൽക്കം ബാക്ക് ടു ദ ക്ലാസ്സസ് ഓഫ് ക്വാണ്ടിറ്റി സർവേ 2 മൊഡ്യൂൾ നമ്പർ 4-ലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിലെ 5-ാമത്തെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇറ്റ്സ് മീ മുഹമ്മദ് റഹീസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ക്യാപിറ്റൽ കോസ്റ്റ് ആൻഡ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ, ഈ രണ്ട് ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പഠിക്കുന്നതാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് ക്യാപിറ്റൽ കോസ്റ്റ്. ക്യാപിറ്റൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മൂലധനം. വാട്ട് ഈസ് മൂലധനം? ക്യാപിറ്റലിസം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ക്യാപിറ്റലിസ്റ്റ് ഫിലോസഫി, നമ്മൾ ക്യാപിറ്റലിസം കാരണമാണ് ഗ്ലോബലൈസേഷൻ ഒക്കെ ഉണ്ടായതെന്നും പിന്നെ ഈ ലോകത്തരത്തിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായതെന്നും കാശുകാരെന്നും കാശുകാരായിക്കൊണ്ടിരിക്കുന്നതൊക്കെ ക്യാപിറ്റലിസം കാരണമാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിന് ഓപ്പോസിറ്റായിട്ട് സോഷ്യലിസം ഉണ്ടെന്നൊക്കെ നമ്മൾ നമ്മുടെ പല തീപ്പൊരി പ്രസംഗങ്ങളിലെല്ലാം കാണാറുണ്ട്. സോ ബേസിക്കലി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട സാധനം വാട്ട് ഈസ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലധനമാണ്. ഞാൻ ഒരു 50,000 രൂപ കൊടുത്തിട്ടൊരു വലിയ പശുവിനെ വാങ്ങിച്ചു, ഒരു കറവ പശുവിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പശുവിനെ ഞാൻ സ്വന്തമാക്കാൻ വേണ്ടി അവിടെ കൊടുക്കുന്ന ചിലവാണ് ക്യാപിറ്റൽ കോസ്റ്റ് ഫോർ ദ പശു. ഇനി ഞാനൊരു ബിൽഡിങ്ങിൻ്റെ കേസ് എടുക്കുക എന്നുണ്ടെങ്കിലോ, എനിക്ക് അങ്ങാടിയിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം, ഒരു റൂം ഉണ്ടാക്കണം, ഒരു പീഡിക മുറി ഉണ്ടാക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? അവിടെ കുറച്ച് സ്ഥലം വാങ്ങിക്കണം, അവിടെ ബിൽഡിംഗ് നിർമ്മിക്കണം, അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകളെല്ലാം ചെയ്യണം, അതുമായി ബന്ധപ്പെട്ടിട്ട് പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻസ് വാങ്ങിക്കണം. അപ്പോൾ ആ ഒരു പീഡിക മുറി, ഒരു ബിൽഡിംഗ് കോംപ്ലക്സ് അവിടെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ആ സ്ഥലം വാങ്ങിച്ച തുകയും ബിൽഡിംഗ് നിർമ്മിച്ച തുകയും അതിൻ്റെ ഫിനിഷിംഗ് വർക്ക്സിന് വന്ന തുകയും പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് വന്നിട്ടുള്ള എല്ലാ ചെലവും കൂടെ ചേർത്താൽ വരുന്ന ചെലവിനെയാണ് ക്യാപിറ്റൽ കോസ്റ്റ് അഥവാ മൂലധനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ തുകയാണ് ക്യാപിറ്റൽ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു ബിൽഡിങ് നമ്മൾ ഒരു വലിയ തിരക്കേറിയ ഒരു സ്ഥലത്ത് നിർമ്മിക്കുമ്പോഴും ഒരു തിരക്ക് കുറഞ്ഞൊരു സ്ഥലത്ത് നിർമ്മിക്കുമ്പോഴും അതിൻ്റെ നിർമ്മാണ ചെലവ് രണ്ടും തുല്യം തന്നെയായിരിക്കും പലപ്പോഴും. അതിൽ നിന്നുള്ള വരുമാനം വ്യത്യസ്തമായിരിക്കാം, പക്ഷേ അതിൻ്റെ നിർമ്മാണ ചെലവ് തുല്യമായിരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ ഡെഫിനിഷനിലോട്ട് പോകാം. വാട്ട് ഈസ് മീൻ ബൈ ക്യാപിറ്റൽ കോസ്റ്റ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ദ സ്ട്രക്ചർ ഇൻക്ലൂഡിങ് ദ ലാൻഡ്. ഇപ്പോൾ നമ്മൾ ബിൽഡിങ്ങിൻ്റെ കേസ് നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിങ് അതിൻ്റെ സ്ഥലം ഉൾപ്പെടെ, ആ സ്ഥലം വാങ്ങിക്കാനും ബിൽഡിങ് നിർമ്മിക്കാനും നമുക്ക് വന്ന ചെലവിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ കോസ്റ്റ്. അപ്പോൾ ഇറ്റ് ഈസ് ദ ഒറിജിനൽ എമൗണ്ട് റിക്വയർഡ് ടു പൊസസ് എ പ്രോപ്പർട്ടി. ഒരു വസ്തു സ്വന്തമാവാൻ നമ്മൾ എത്ര രൂപ ചെലവാക്കുന്നു അതിന് ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് നിർമ്മിക്കുന്ന സമയത്താണെങ്കിൽ ആ സ്ഥലത്തിൻ്റെയും ആ നിർമ്മാണ ചെലവും കൂടെ ചേർത്താൽ അതിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റ് ആയി. ഇനി അഥവാ നമ്മൾ ഒരു നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആൾറെഡി വേറൊരാൾ ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടിനെ നമ്മൾ വാങ്ങിക്കുക എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ തുക കൊടുക്കേണ്ടി വരും. ഇപ്പോൾ അങ്ങാടിയിലുള്ള ഒരു ബിൽഡിംഗ് ഞാൻ പറയാം, ഞാനൊരു 3 കോടി രൂപ തരാം, അതെനിക്ക് ആ സ്ഥലവും ആ ബിൽഡിങ്ങും കൂടെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ബിൽഡിംഗ് 3 കോടി രൂപ കൊടുത്ത് വാങ്ങിക്കുക എന്നുണ്ടെങ്കിൽ അവിടെ ആ 3 കോടി രൂപക്ക് പറയുന്ന പേരാണ് ക്യാപിറ്റൽ കോസ്റ്റ്. മുടക്ക് മുതൽ, മൂലധനം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു വസ്തുവിൽ കാശ് മുടക്കുന്ന സമയത്ത്, നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വ്യക്തമായൊരു വ്യൂ പോയിന്റ് ഉണ്ടായിരിക്കണം. അതിൽ നിന്നും എത്ര ലാഭം എനിക്ക് കിട്ടും. ഞാൻ വെറുതെ 3 കോടി രൂപയ്ക്ക് ഒരു ബിൽഡിംഗ് വാങ്ങിച്ചിട്ട് ഒരാളനക്കം ഇല്ലാത്ത സ്ഥലത്താണത് വാങ്ങിക്കുന്നതെങ്കിൽ അതിൽ നിന്നും എനിക്ക് ലാഭം ഉണ്ടായി വരാൻ ചിലപ്പം ഒരു 19 വർഷം എടുക്കും. അപ്പോൾ ആ മൂലധനം ഞാൻ മറ്റു വല്ല കാര്യങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ അതിനേക്കാളും എത്രയോ ഇരട്ടി ലാഭം കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കാം. അപ്പോൾ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു സ്വന്തമാക്കാൻ വരുന്ന ചെലവാണ്. അപ്പോൾ വസ്തു സ്വന്തമാക്കുന്ന സമയത്ത് അതിന് വരുന്ന ചെലവ് അതിൻ്റെ ലാഭത്തിനോടും കൂടെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നും ഓർത്തിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ ടോപ്പിക്കാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ, ഒന്നാമത്തത് ക്യാപിറ്റൽ കോസ്റ്റ് ആയിരുന്നു, രണ്ടാമത്തത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. ഈ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്നുള്ളത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു ടേമാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു എക്സാമ്പിൾ പറയാം. പണ്ടത്തെ ഒരു ഓണം ബമ്പറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ?
അങ്ങനെ ഓണം ബമ്പർ എനിക്ക് അടിച്ചു എന്ന് വിചാരിക്കാം. ഒരു 10 ലക്ഷം രൂപ എനിക്ക് ഓണം ബമ്പർ അടിച്ചു. ആ 10 ലക്ഷം രൂപ ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഒരു കാറ് വാങ്ങിക്ക്, എന്നിട്ട് ആ കാറ് ആർക്കെങ്കിലും വേണ്ടി ഓടാൻ കൊടുക്കുക. ഈ ടാക്സി ആയിട്ട് ഓടുന്നവർക്ക് വേണമെങ്കിൽ ഓടാൻ കൊടുക്കാം. അങ്ങനെ അവർ സമ്പാദിക്കുന്ന കാശിൽ നിന്നും എനിക്കൊരു ഫിക്സ്ഡ് ആയിട്ട് റെന്റ് വാങ്ങിച്ചൂടെ. അതൊരു നല്ല ആശയമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഒരു കാറ് വാങ്ങിച്ചു. കാറിന് എത്ര രൂപയായി? കാറിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റ് 10 lakh rupees ആയി. എൻ്റെ കയ്യിലുള്ള 10 ലക്ഷം രൂപ വെച്ചിട്ട് ഞാൻ ആ കാർ സ്വന്തമായിട്ട് വാങ്ങി. അപ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റ് എത്രയാണ്? 10 ലക്ഷം രൂപ. അങ്ങനെ ഞാൻ എൻ്റെ അയൽക്കാരനായിട്ടുള്ള ഒരു ഡ്രൈവർ ഉണ്ട്, അയാൾ ഗൾഫിൽ നിന്ന് വന്ന് വെറുതെ ഇരിക്കുകയാണ്. അങ്ങനെ അങ്ങേർക്ക് ഞാൻ ഈ വണ്ടി ഓടാൻ വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചു. അയാൾ ഡ്രൈവറാണ്. അങ്ങനെ അയാളിട്ട് ഞാനൊരു എഗ്രിമെൻറ്റിലെത്തി. എല്ലാ മാസവും അയാൾ എനിക്ക് 10,000 രൂപ വാടക തരണം. ഒരു കുഴപ്പമില്ലാത്ത ഒരു റേറ്റ്. അയാൾക്കൊരു ജോലിയായി, എനിക്ക് ഒരു മെച്ചമായി, ഒരു വരുമാനമായി എന്നുള്ള രീതിയിൽ ഞാൻ അയാളോട് പറഞ്ഞു, എനിക്ക് ഒരു മാസം 10,000 രൂപ വാടക തരണം. അങ്ങനെ നിങ്ങൾ ഈ വണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ടാക്സി ആയിട്ട് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അയാളിട്ട് ഞാനൊരു എഗ്രിമെൻറ്റിൽ വന്നു. അപ്പോൾ ഒരു മാസം 10,000 രൂപ എനിക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഒരു വർഷം എനിക്ക് എത്ര ലഭിക്കും? ഒരു വർഷം എനിക്ക് 1,20,000 രൂപ ലഭിക്കും അല്ലേ? ഓരോ മാസവും 10,000 വന്ന് 12 മാസം കൊണ്ട് 1,20,000 രൂപയായിരിക്കും എനിക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇനി ഈ കാറിന് ഒരു മെയിൻ്റനൻസിൻ്റെ ചിലവൊക്കെ ഉണ്ടാവുമല്ലോ. വർഷാവർഷം നമുക്കതിൻ്റെ മെയിൻ്റനൻസും സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് എനിക്ക് ഏകദേശം 20,000 രൂപ ചിലവ് വരുന്നുണ്ടെന്ന് വിചാരിക്കാം. ടാക്സി ആയിട്ട് ഓടുന്നതാണല്ലോ, അപ്പോൾ ടാക്സി ഓടുന്നതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ അടക്കേണ്ടി വരും. അപ്പോൾ അതിന് മൊത്തത്തിൽ എനിക്കൊരു 20,000 രൂപ അഡീഷണൽ ആയിട്ട് ചിലവ് വരുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയത് 1,20,000 രൂപ. അതിൽ 20,000 രൂപ എനിക്ക് വണ്ടിയുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടും ടാക്സ് ആയിട്ടൊക്കെ അടക്കുന്നുണ്ടെങ്കിൽ ബാക്കി എനിക്ക് എത്ര രൂപ ഉണ്ടാവും? 1,00,000 രൂപയുണ്ടാവും കയ്യിൽ അല്ലേ? അപ്പോൾ എനിക്ക് പറയാം, ക്യാപിറ്റൽ കോസ്റ്റ് ഞാൻ ഇതിൽ മുടക്കിയത് 10 ലക്ഷം രൂപയാണ്. നെറ്റ് ആനുവൽ ഇൻകം ഒരു വർഷം എനിക്ക് ലാഭമായിട്ട് കിട്ടുന്നത് 1,00,000 രൂപയാണ്. എങ്ങനെ? 1,20,000 കിട്ടിയതിൽ 20,000 ചിലവാക്കി ബാക്കി 1,00,000 രൂപ എനിക്ക് എന്തായിട്ട് വരുന്നുണ്ട്? വരുമാനമായിട്ട് വരുന്നുണ്ട്. ഇതാണ് ആ കാറിൽ നിന്നും എനിക്ക് കിട്ടുന്ന വരുമാനം. ഇനി എനിക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. ഇതൊന്നും ഞാൻ വാങ്ങിക്കുന്നതിന് മുമ്പ് ഇരുന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു. ഞാൻ അങ്ങാടിയിലേക്ക് പോയ സമയത്ത് അവിടെ ഒരു ബാങ്ക് ഉണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ബാങ്കിൻ്റെ ഒരു പോസ്റ്റർ കണ്ടു. ആ പോസ്റ്ററിലൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. നിങ്ങൾ കാശ് നിക്ഷേപിക്കുകയാണെങ്കിൽ 10% ഇൻട്രസ്റ്റ് തരാം. വാട്ട് ഈസ് ഇൻട്രസ്റ്റ്? ഇറ്റ് ഈസ് പലിശ. അപ്പം ഞാൻ ബാങ്കിലാണ് ഈ കാശിടുന്നതെങ്കിൽ എനിക്ക് 10% എനിക്ക് പലിശ തരാമെന്ന് ബാങ്കിൻ്റെ ഒരു പരസ്യം കണ്ടു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള 10 ലക്ഷം രൂപ അതിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു വർഷം കൊണ്ട് എനിക്ക് 1,00,000 രൂപ കിട്ടും അല്ലേ? അപ്പോൾ അവിടെ 100 രൂപ ഇട്ടിരുന്നുവെങ്കിൽ, അവിടെ 1000 രൂപ ഇട്ടിരുന്നെങ്കിൽ 10% എന്ന് പറയുമ്പോൾ 100 രൂപ എനിക്ക് വരുമാനമായിട്ട് കിട്ടും. മാത്രമല്ല അവിടെ ക്യാപിറ്റൽ എന്താണ്? സേഫുമാണ്. അപ്പോൾ ആ ബാങ്കിൻ്റെ പരസ്യം കണ്ടതോടുകൂടി ഞാൻ ആകെ കൺഫ്യൂഷനിലായി. അപ്പോൾ ഞാൻ ക്യാപിറ്റൽ കോസ്റ്റ് എന്നുള്ള ടേം താൽക്കാലികമായി നിർത്തിവെച്ചിട്ട് അവിടെയാണ് ആ വസ്തുവിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന ടേമിൻ്റെ പ്രാധാന്യം വരുന്നത്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്താണെന്ന് വെച്ചാൽ ഒരു വസ്തുവിൽ നിന്നുള്ള വരുമാനം, ഇവിടുത്തെ വരുമാനം എത്രയാണ്? 1,00,000 രൂപയാണ് ഇവിടുന്ന് വരുന്ന വരുമാനം. ഈ വരുമാനം ബാങ്കിൽ നിന്നും ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടാൻ നമ്മൾ എത്ര രൂപ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യണം? അതിന് പറയുന്ന പേരാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. ഒന്നും കൂടെ പറയാം. ഒരു വസ്തുവിൽ നിന്നുള്ള വരുമാനം ഇവിടെ 1,00,000 രൂപയാണ്. ഈ 1,00,000 രൂപ ബാങ്കിൽ നിന്നും പലിശയായിട്ട് കിട്ടാൻ ബാങ്കിൽ എത്ര രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യണം? അതിന് പറയുന്ന പേരാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. അപ്പോൾ നമുക്കിവിടെ നോക്കാം, 10% എന്ത്? അവിടുത്തെ പലിശ നിരക്ക് ബാങ്ക് തരുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന വരുമാനം എന്നുള്ളത് 1,00,000 രൂപയാണ്. ഈ 1,00,000 രൂപ ബാങ്കിൽ നിന്നും കിട്ടാൻ 10% പലിശ നിരക്ക് വെച്ചിട്ട് ഞാൻ അവിടെ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം?
10 ലക്ഷം രൂപ ഇടണം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ടാക്സിയുടെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്നുള്ളത് 10 ലക്ഷം രൂപയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിളിലോട്ട് പോവാം. ഈ രണ്ടാമത്തെ എക്സാമ്പിളിൽ ഞാൻ ഒന്നുകൂടെ ആലോചിച്ചു, ടാക്സി എടുക്കണോ? എങ്ങാനും ടാക്സി എടുത്തിട്ട് വണ്ടി പോയി കുത്തി അത് നാശമായിട്ടുണ്ടെങ്കിലോ? അതിൻ്റെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ തന്നെ ഏൽക്കണം അല്ലേ? അപ്പോൾ വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പുതിയൊരു ഐഡിയ തോന്നി. ആ 10 ലക്ഷം രൂപയ്ക്ക് ഞാനൊരു ഹോട്ടൽ തുടങ്ങിയിട്ട് ആ ഹോട്ടൽ ആർക്കെങ്കിലും നടത്താൻ കൊടുത്താലോ? അപ്പോൾ എനിക്ക് അയാളെ കയ്യിൽ നിന്നൊരു വാടക വാങ്ങിക്കാമല്ലോ അല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ ആശയവുമായി മുന്നോട്ട് പോയി ഒരു എഞ്ചിനീയറെ കണ്ട് അങ്ങനെ ആ 10 ലക്ഷം മുടക്കിയിട്ട് ഞാനൊരു റെസ്റ്റോറൻറ്റ് നിർമ്മിച്ചു. എന്നിട്ട് ആ റെസ്റ്റോറൻറ്റ് ഒരു നല്ല ഒരു ഷെഫിന് നടത്താൻ വേണ്ടി കൊടുത്തു. അപ്പോൾ ആ ഹോട്ടലിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് എനിക്ക് വന്ന ചിലവും അവിടുത്തെ ക്യാപിറ്റൽ കോസ്റ്റ് തന്നെയാണ്, വിച്ച് ഈസ് 10 lakh rupees. അവിടെ ഞാൻ എഗ്രിമെൻ്റ് എഴുതുന്ന സമയത്ത് നല്ലൊരു ഹോട്ടലാണെങ്കിൽ അവിടെ നല്ല കച്ചവടം നടക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ ടാക്സിക്കാരനോട് പറഞ്ഞ് 10,000 അല്ല, കുറച്ച് കൂട്ടി പറയാം. ഞാൻ അയാളോട് പറഞ്ഞു, എനിക്ക് ഒരു മാസം 15,000 രൂപ വരുമാനമായിട്ട് അല്ലെങ്കിൽ വാടകയായിട്ട് തരണം എന്ന് ഞാൻ ആ ഷെഫിനോട് പറഞ്ഞു. അപ്പോൾ ഷെഫ് അത് അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു വർഷം എത്ര രൂപ കിട്ടും? 15,000 ഇൻറ്റു 12 അല്ലേ? 15,000 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 1,80,000 രൂപ ഒരു വർഷം എനിക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഒരു മാസം 15,000 രൂപ വെച്ചിട്ട് ആ ഹോട്ടലുകാരൻ അല്ലെങ്കിൽ അത് നടത്തുന്ന ആൾ എനിക്ക് വാടക തരിക എന്നുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് 1,80,000 രൂപ എനിക്ക് ലഭിക്കും. അപ്പോൾ ആ ടാക്സിക്കാരൻ തന്നതിനേക്കാളും 60,000 രൂപ കൂടുതലാണ് അല്ലേ? ഇതിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് കാര്യമായ മെയിൻ്റെനൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ എത്ര വർഷം കൂടെ നടത്തുന്ന മെയിൻ്റെനൻസുകളൊന്നുമില്ല. ഇനി മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് ഒരു 10,000 രൂപയുടെ ചിലവുണ്ടെന്ന് വിചാരിച്ചാൽ പോലും 1,70,000 രൂപ എന്തായിട്ടുണ്ട്? എനിക്ക് വാർഷിക ലാഭം ലഭിക്കുന്നുണ്ട്. ഇയർലി നെറ്റ് ഇൻകം അല്ലേ? അപ്പോൾ 1,70,000 രൂപയാണ് എനിക്ക് ഇവിടുന്ന് വരുന്ന ലാഭം. അപ്പം ഞാനതൊന്ന് ക്ലിയർ ആക്കി എഴുതാം. അപ്പം ഞാനത് ക്ലിയർ ആക്കി എഴുതി. എനിക്ക് വന്നിട്ടുള്ള ക്യാപിറ്റൽ കോസ്റ്റ് എന്നുള്ളത് 10 ലക്ഷം രൂപയാണ്. എനിക്കൊരു വർഷം അതിൽ നിന്ന് ലഭിക്കുന്നത് എൻ്റെ ചിലവുകളെല്ലാം കഴിച്ചിട്ട് 1,70,000 രൂപയാണ്. ഇനി ഞാൻ ആ ബാങ്കിൻ്റെ അഡ്വർടൈസ്മെൻറ്റിലോട്ടൊന്നും കൂടെ ആലോചിച്ച് നോക്കി. ബാങ്ക് പറയുന്നത് 10% പലിശയാണ് അല്ലേ? അപ്പോൾ ഈ 10% പലിശയിൽ എനിക്ക് 1,70,000 രൂപ ലഭിക്കാൻ ഈ 1,70,000 എവിടെ നിന്നാണ്? ഈ വരുമാനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ബാങ്കിൽ മറ്റേ ഹോട്ടലിൽ നിന്നും എനിക്ക് വരുന്ന വരുമാനമാണ് 1,70,000 രൂപ. ഈ 1,70,000 രൂപ ബാങ്കിൽ നിന്നും പലിശയായിട്ട് ലഭിക്കാൻ ഞാൻ അവിടെ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം? 10% ഇവിടെ പലിശ നിരക്ക് പറഞ്ഞില്ല. 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 രൂപ കിട്ടും. 10 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 രൂപ കിട്ടും. ഇനി 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100 രൂപ കിട്ടും. അതായത് ഒരു സീറോ കട്ടായി പോകുന്ന അത്ര പോലെ. അപ്പോൾ 1,70,000 കിട്ടണമെങ്കിൽ 17 ലക്ഷം രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യണം അല്ലേ? അങ്ങനെയല്ലേ കണക്ക് വരിക? അപ്പോൾ ഈ വസ്തുവിൽ നിന്നും അതായത് 17 ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന പലിശയാണ് എനിക്ക് ഈ 10 ലക്ഷം രൂപ ഹോട്ടലിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ, ഹോട്ടലിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു റിലേഷൻ മനസ്സിലായല്ലോ? ബാങ്കിൽ 17 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ കിട്ടുന്ന പലിശ ഹോട്ടലിൽ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഞാൻ അതൊന്ന് കൺക്ലൂഡ് ചെയ്ത് എഴുതാം. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്തിരുന്നത് ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ഹോട്ടൽ ഈസ് 10 lakh rupees. ഹോട്ടലിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റ് എന്നുള്ളത് 10 ലക്ഷം രൂപയാണ് എൻ്റെ കയ്യിലുള്ളത്. ബട്ട് അതിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഈസ് ഈക്വൽ ടു 17 lakh rupees. 17 ലക്ഷം രൂപയാണ്. അപ്പോൾ വസ്തുവിൻ്റെ യഥാർത്ഥ വില എന്നുള്ളത് 10 ലക്ഷം രൂപയാണ്. പക്ഷെ ആ വസ്തുവിൽ നിന്നും വരുന്ന വരുമാനം ബേസ് ചെയ്ത് നോക്കുമ്പോൾ ആ വസ്തുവിൻ്റെ വാല്യൂ 17 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് നമ്മൾ റിലേറ്റ് ചെയ്തത്?
ഒരു ഹോട്ടലിൽ നിന്നും വരുന്ന വരുമാനം ഒരു ബാങ്കിൽ നിന്നും വരുന്ന പലിശക്ക് തുല്യമാക്കി വെച്ചാൽ, അതല്ലെങ്കിൽ ആ ഹോട്ടലിൽ നിന്നും വരുന്ന വരുമാനം ബാങ്കിൽ നിന്നും പലിശയായിട്ട് കിട്ടാൻ ഞാൻ ബാങ്കിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണമായിരുന്നു എന്നുള്ള ചെക്കിങ്ങിനെയാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ കോസ്റ്റ് എന്നുള്ളത് ആക്ച്വൽ കോസ്റ്റ് ആണ്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്നുള്ളത് അതിന്റെ വരുമാനത്തിന് ആനുപാതികമായി ബാങ്കിൽ എത്ര വാല്യൂ ഉണ്ട് എന്നുള്ള കണക്കാണ്. അപ്പോൾ ഞാൻ മറ്റൊരു എക്സാമ്പിൾ കൂടെ പറയാം. അങ്ങനെ വേറൊരു ഉദാഹരണമായിട്ട് പറയാമെന്ന് വെച്ചാൽ, ഈ ഹോട്ടലിന്റെ ഇൻവെസ്റ്റ്മെന്റിലും നമ്മൾ ഇതേപോലെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു. ഈ ഹോട്ടലിന്റെ ഷെഫ് നല്ല ഷെഫ് അല്ലെങ്കിലോ ഹോട്ടൽ ചിലപ്പോൾ തകർന്നു പോകും, അതിൽ നിന്നുള്ള വരുമാനം ചിലപ്പോൾ നിന്ന് പോവാം. ഇനിയിപ്പോൾ റിസ്ക് ഇല്ലാത്തൊരു പണി ഇപ്പോൾ എന്താണെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്തുള്ള ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിലോട്ട് ശ്രദ്ധ വന്നത്. ആ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് അങ്ങേര് കുറേ കാലം മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ്. അതിൽ നിന്നും നല്ല വരുമാനം വരുന്നുണ്ട് അയാൾക്ക്. യാതൊരു റിസ്ക്കും ഇല്ല. അവർക്ക് കൃത്യമായിട്ട് വെള്ളം എത്തിച്ചു കൊടുത്താൽ മതി, അവിടെ നിന്നുള്ള വേസ്റ്റ് റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, ഞാൻ ആ 10 ലക്ഷം രൂപക്ക് ഒരു ചെറിയ ബിൽഡിംഗ് പണിയാം. അപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കേസ് പറയുന്നത്. 10 ലക്ഷം രൂപക്കൊക്കെ ഒരു ബിൽഡിംഗ് പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാലത്ത് ഇറ്റ് ഈസ് നോട്ട് അത്ര ഈസി അല്ല ആ കാശിന് അത് ബിൽഡിംഗ് പണിഞ്ഞു തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് ഫോർ ദ സേക്ക് ഓഫ് ദി സീൻ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. അയാളൊരു അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുകയാണ് ഈ 10 ലക്ഷം രൂപക്ക്. അപ്പോൾ ഈ 10 ലക്ഷം രൂപക്ക് ക്യാപിറ്റൽ കോസ്റ്റ് വെച്ചിട്ട് ഞാൻ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ക്യാപിറ്റൽ കോസ്റ്റ് അപ്പോഴും എന്താണ്, എനിക്ക് ആ ബമ്പർ ലോട്ടറി അടിച്ച 10 ലക്ഷം രൂപയാണ്. അങ്ങനെ ആ 10 ലക്ഷം രൂപ വെച്ച് ഉണ്ടാക്കിയ ബിൽഡിങ്ങിൽ കുറച്ച് റൂമുകളുണ്ട്. ആ റൂമിൽ നിന്നെല്ലാം എനിക്കൊരു മാസം ടോട്ടലി എല്ലാ റൂമിൽ നിന്നും കൂടി എനിക്കൊരു 6000 രൂപ കിട്ടും. 6000 റുപ്പീസ്. ചെറിയ അപ്പാർട്ട്മെന്റ് ആണ്, ചെറിയ ഈ ബംഗാളികളൊക്കെ നിൽക്കുന്ന ചെറിയ റൂമുകളൊക്കെ ഉള്ള 10 ലക്ഷം രൂപയ്ക്കല്ലേ, അപ്പോൾ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ 6000 രൂപയാണ് എനിക്ക് അതിൽ നിന്നും കിട്ടുന്ന മാസ വാടക മൊത്തത്തിൽ. അപ്പോൾ ഈ 6000 രൂപ വെച്ച് കിട്ടുക എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു വർഷം കൊണ്ട് എനിക്ക് എത്ര കിട്ടും? 72,000 രൂപ കിട്ടും. 72,000 റുപ്പീസ് എനിക്ക് ടോട്ടൽ വാടകയായിട്ട് കിട്ടും. അതിൽ എനിക്കൊരു വേണമെങ്കിൽ ഒരു 12,000 രൂപയുടെ മെയിൻ്റെനൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പെയിന്റിങ്ങും ഒരു വർഷത്തിലാണ് 72,000 കിട്ടുന്നത്. അപ്പോൾ വർഷാവർഷം പെയിന്റിങ് വല്ല പ്ലംബിംഗ് മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 12,000 രൂപ അങ്ങനെ പോവെങ്കിൽ ബാക്കി എനിക്കൊരു 60,000 രൂപ ടോട്ടലായിട്ട് നെറ്റ് ഇൻകം അതിൽ നിന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ടാക്കി ഓരോ മാസവും 6000 രൂപ ടോട്ടലായിട്ട് വാടക കിട്ടി. ആ വാടക ഒരു വർഷം ചേർത്ത് വെച്ചപ്പോൾ 72,000 രൂപ കിട്ടി. ഈ 72,000 രൂപയിൽ നിന്നും 12,000 രൂപ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടും മറ്റ് ടാക്സ് ഒക്കെ വന്നിട്ട് അതെല്ലാം അടച്ചു തീർത്തപ്പോൾ ബാക്കി എനിക്കൊരു 60,000 രൂപ നെറ്റ് ഇൻകം ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് റീറൈറ്റ് ചെയ്തു. ക്യാപിറ്റൽ കോസ്റ്റ് ആയിട്ട് എനിക്ക് വന്നത് 10 ലക്ഷം രൂപയാണ്. നെറ്റായിട്ട് എനിക്ക് വരുന്ന വരുമാനം ഇറ്റ് ഈസ് 60,000 റുപ്പീസ്, 60,000 രൂപയാണ്. ഇനി നമ്മൾ നേരത്തെ കണ്ട പോലത്തെ കാൽക്കുലേഷൻ ഒന്നും കൂടെ ചെയ്യാണ്. എന്ത്, ബാങ്കിൽ നിന്നുമാണ് എനിക്ക് ഈ പലിശയായിട്ട് കിട്ടുന്നത്. അപ്പോൾ നെറ്റ് ഇൻകം 60,000 രൂപ. ആ 60,000 രൂപ ബാങ്കിൽ നിന്നും എനിക്ക് പലിശയായിട്ട് ലഭിക്കണമെങ്കിൽ 60,000 എനിക്ക് ബാങ്കിൽ നിന്നും പലിശയായിട്ട് കിട്ടണമെങ്കിൽ ഐ ഹാവ് ടു ഡെപ്പോസിറ്റ് 6 lakh റുപ്പീസ് അല്ലേ. എനിക്ക് 6 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ബാങ്കിൽ. അപ്പോൾ 6 ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 10% പലിശ നിരക്ക് വെച്ചിട്ട് എനിക്ക് 60,000 രൂപ ഒരു വർഷം ലഭിക്കും. അപ്പോൾ ഈ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 1 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 ലക്ഷം രൂപക്ക് ഞാൻ ബിൽഡിംഗ് നിർമ്മിക്കുന്നതിനേക്കാളും എനിക്ക് നല്ലത് ആ 10 ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിരുന്നു അല്ലേ. കാരണം വരുമാനം വെച്ച് നോക്കുമ്പോൾ ആ ബാങ്കിൽ നിന്നും കിട്ടുന്ന പലിശ നമുക്ക് ഈ ബിൽഡിങ്ങിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിനേക്കാളും കൂടുതലല്ലേ. ഓക്കെ, മാത്രമല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിന് യാതൊരു കോട്ടവും സംഭവിക്കുന്നുമില്ല. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ 3 കാര്യങ്ങളും കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഏതൊക്കെയായിരുന്നു 3 കേസ്? ഒന്നാമത്തത് ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിന് വേണ്ടി ഞാൻ ചെലവാക്കിയത് 10 ലക്ഷം രൂപയാണ്. ബിൽഡിങ്ങിൽ നിന്നും എനിക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 60,000 രൂപയാണ്. ഈ 60,000 രൂപ ബാങ്കിൽ നിന്നും കിട്ടാൻ ഞാൻ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് 6 ലക്ഷം രൂപയാണ്.
ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത് റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഈ റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ചെലവാക്കുന്നത് 10 ലക്ഷം രൂപയാണ്. ഈ റെസ്റ്റോറൻറ്റിൽ നിന്നും എനിക്ക് ലാഭമായി കിട്ടിയിരുന്നത് ഒരു വർഷം 1,70,70,000 രൂപയാണ്. അതിനു വേണ്ടിയിട്ട് ഈ 1,70,70,000 രൂപ ബാങ്കിൽ നിന്നും പലിശയായിട്ട് കിട്ടാൻ ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് 17 ലക്ഷം രൂപയാണ്. മൂന്നാമതായിട്ട് അതല്ലെങ്കിൽ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ആയിട്ടുള്ള ടാക്സി. ഈ ടാക്സി വാങ്ങിക്കാനും എനിക്ക് വരുന്ന ചെലവ് 10 ലക്ഷം രൂപയാണ്. ആ ടാക്സി വഴി എനിക്ക് കിട്ടിയ പിന്നെ വരുമാനം എന്നുള്ളത് ഓരോ മാസവും 10,000 രൂപയാണ് ഏകദേശം വന്നത്. ടോട്ടൽ അതിൻ്റെ നഷ്ടങ്ങളും മെയിൻ്റനൻസ് എല്ലാം കിഴിച്ചിട്ട് 1 ലക്ഷം രൂപ ആണ് എനിക്ക് എന്തായിട്ട് വന്നത്, വരുമാനമായിട്ട് ഒരു വർഷം കിട്ടിയത്. ഈ 1 ലക്ഷം രൂപ ബാങ്കിൽ നിന്നും എനിക്ക് പലിശയായിട്ട് കിട്ടാൻ ഞാൻ 10 ലക്ഷം രൂപ ഞാൻ 10 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ഇനി ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വിലയാണ്. 10 lakh, 17 lakh, 6 lakh. ഇവിടെ 3 കണക്കുകൾ കണ്ടല്ലോ. അപ്പൊ ഈ 10 ലക്ഷം കൊണ്ട് വാങ്ങിച്ച അല്ലെങ്കിൽ ഈ 10 ലക്ഷം മുടക്ക് മുതലിൽ ചെയ്ത 3 ആക്ടിവിറ്റിയിൽ നിന്നും നമുക്ക് വരുന്ന വരുമാനം വ്യത്യസ്തമാണ്. കാറിൽ നിന്നും വരുന്ന വരുമാനം വ്യത്യസ്തമാണ്, ഹോട്ടലിൽ നിന്നും വരുന്ന വരുമാനം വ്യത്യസ്തമാണ്, ബിൽഡിങ്ങിൽ നിന്നും വരുന്ന വരുമാനം വ്യത്യസ്തമാണ്. അപ്പോൾ അതിൽ നിന്നും വരുന്ന വരുമാനത്തിനനുസരിച്ച് നമുക്ക് അതിന് വിലയിടണം അല്ലേ? അപ്പോൾ ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു ഹോട്ടലിൽ നിർമ്മിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന വരുമാനമല്ല 10 ലക്ഷം രൂപയ്ക്ക് ബിൽഡിംഗ് നിർമ്മിച്ചാൽ കിട്ടുന്ന വരുമാനം. അപ്പോൾ അതിൽ നിന്നും വരുന്ന വരുമാനത്തിന് ബേസ് ചെയ്തിട്ട് അതിനൊരു വില നിശ്ചയിക്കുന്ന രീതിയാണ് ക്യാപിറ്റലൈസ്ഡ് കോസ്റ്റ്. അത് മാത്രമല്ല, അത് എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? അതിൽ നിന്നും വരുന്ന വരുമാനം ബാങ്കിൽ നിന്നുള്ള പലിശയായിട്ടാണ് ലഭിക്കുന്നതെങ്കിൽ അതിന് ആ ബാങ്കിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണമായിരുന്നു എന്നുള്ള കണക്കിനെയാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയാ. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ടാക്സിയുടെ ക്യാപിറ്റൽ കോസ്റ്റ് എന്നുള്ളത് 10 ലക്ഷമാണ്, അതിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്നുള്ളതും 10 ലക്ഷമാണ്. ഇവിടെ രണ്ടും ഈക്വൽ ആയിട്ട് വന്നു. ടാക്സിയുടെ കേസിൽ അത് രണ്ടും ഈക്വൽ ആയിട്ട് വന്നു. ഇനി റെസ്റ്റോറൻറ്റിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലോ അവിടെയും ക്യാപിറ്റൽ കോസ്റ്റ് 10 ലക്ഷമാണ്, അതിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ 17 ലക്ഷമാണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? അവിടെ ആ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്കിൽ 17 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന മെച്ചം നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ബിൽഡിങ്ങിന്റെ കേസ് നോക്കുകയാണെങ്കിലോ 10 ലക്ഷം രൂപക്ക് ഞാനൊരു ബിൽഡിംഗ് പണിത് കഴിഞ്ഞാൽ അതിൽ 6 ലക്ഷം രൂപ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മാത്രമേ ഉള്ളൂ. അതായത് ആ 10 ലക്ഷം രൂപ ബിൽഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് നല്ലത് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കാരണം ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കുറവാണ്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ക്യാപിറ്റൽ കോസ്റ്റിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ അതിന്റെ വരുമാനം കുറവാണെന്നാണ് അർത്ഥം. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ക്യാപിറ്റൽ കോസ്റ്റിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന്റെ വരുമാനം കൂടുതലാണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഇൻഡിക്കേറ്റ്സ് ദ പ്രോഫിറ്റ് ഓർ ദ ഇൻകം ഫ്രം എ പ്രോപ്പർട്ടി. ഇനി അതിന്റെ ഡെഫിനിഷനിലോട്ട് പോവാം. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മണി whose annual interest at the highest prevailing rate of interest will be equal to the net income from the property. ഈ ഡെഫിനിഷൻ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് നമ്മൾ ആ പറഞ്ഞ എക്സാമ്പിൾ വെച്ചൊന്ന് ആലോചിച്ച് നോക്കാം. എമൗണ്ട് ഓഫ് മണി which has to be deposited in a bank. ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് മണി എത്രയാണ്? whose annual interest, അതിൻ്റെ വാർഷിക പലിശ എന്നുള്ളത് will be equal to net income from the property. അപ്പോൾ വസ്തുവിൽ നിന്നുള്ള വരുമാനം, അതാണ് നെറ്റ് ഇൻകം ഫ്രം ദ പ്രോപ്പർട്ടിക്ക് തുല്യമായ ആനുവൽ ഇൻട്രസ്റ്റ് ലഭിക്കാൻ, പലിശ ലഭിക്കാൻ എത്ര എമൗണ്ട് ഓഫ് മണി ഹാസ് ടു ബി ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക്. ഇവിടെ ബാങ്ക് എന്ന് പറയുന്നില്ല, കാരണം അത് ഏത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ആവാം, ഏത് ഇൻവെസ്റ്റ്മെന്റ് സ്കീമും ആവാം. അപ്പോൾ ഒരു വസ്തുവിൽ നിന്നുള്ള വരുമാനത്തിന് തുല്യമായ പലിശ ലഭിക്കാൻ ബാങ്കിൽ എത്ര തുക ഇടണമോ അതിനാണ് ആ വസ്തുവിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം ദ നെറ്റ് ഇൻകം. ആ വസ്തുവിന്റെ നെറ്റ് ഇൻകത്തിന് ബേസ് ചെയ്തിട്ടാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നമ്മൾ കണക്കാക്കുന്നത്. ആൻഡ് ദ ഹയസ്റ്റ് പ്രിവെയിലിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, എത്ര ആണ് ബാങ്ക് അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ സ്ഥാപനം നൽകുന്ന ഹയസ്റ്റ് പലിശ നിരക്ക്, അതിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഒരു വസ്തുവിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നിർണ്ണയിക്കാൻ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ആ വസ്തുവിൽ നിന്നുള്ള വരുമാനം, രണ്ട്
ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ നൽകുന്ന പലിശ നിരക്ക്. ഇതിനെ രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് ഒരു വസ്തുവിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാണാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് അതിന്റെ ഫോർമുല ഉണ്ട്, അതൊന്ന് നോക്കാം. ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ എക്സാമുകൾക്കും 2 മാർക്കിനെങ്കിലും ചോദിക്കാറുണ്ട്. ഹൗ ടു കാൽക്കുലേറ്റ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ, അല്ലെങ്കിൽ വാട്ട് ഈസ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. സോ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഈസ് ഈക്വൽ ടു നെറ്റ് ഇൻകം ഇൻറ്റു ഇയേഴ്സ് പർച്ചേസ്. നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം ചെലവുകളെല്ലാം കിഴിച്ച്, എല്ലാ പോക്കുകളും എല്ലാ ചെലവുകളും കിഴിച്ച് ബാക്കി വരുന്ന ലാഭത്തിനെയാണ് നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. ആൻഡ് ഇയേഴ്സ് പർച്ചേസ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? 1 രൂപ ആനുവിറ്റി കിട്ടാൻ എത്ര രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം, അതിനെയാണ് ഇയേഴ്സ് പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാണാൻ എന്ത് ചെയ്യണം? നെറ്റ് ഇൻകം കണ്ടെത്തണം, ഇയേഴ്സ് പർച്ചേസ് കണ്ടെത്തണം, ഇവ രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ 2 എക്സാമ്പിൾസ് ചെയ്യാം. അതോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൻ്റെ ഒന്നാമത്തെ എക്സാമ്പിൾ. അർജുൻ ബോട്ട് എ ബിൽഡിംഗ് ഫോർ ₹5 lakh. 5 ലക്ഷം രൂപ മുടക്കിയിട്ട് അർജുൻ ഒരു ബിൽഡിംഗ് വാങ്ങി, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് നിർമ്മിച്ചു എന്നെങ്കിലും പറയാം. നമുക്ക് ഇവിടെ എക്സാമ്പിൾ ആണ്. ദ ടോട്ടൽ റെന്റ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ബിൽഡിംഗ് ഈസ് ₹3,000 ഇൻ എ മന്ത്. ഒരു മാസം 3000 രൂപയാണ് വരുമാനമായിട്ട് അതിൽ നിന്നും വാടക മൊത്തം ലഭിക്കുന്നത്. ആൻഡ് ദ ഇയർലി റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ഓഫ് ദ ബിൽഡിംഗ് ഈസ് അബൌട്ട് 20% ഓഫ് ദ ടോട്ടൽ ഇൻകം. ആ കിട്ടുന്ന കാശിന്റെ 20% റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ചിലവായി പോകുന്നുണ്ട്. ആർക്ക്? അർജുന് ചിലവായി പോകുന്നുണ്ട്. ഫൈൻഡ് ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് ഇഫ് ദ ഹയസ്റ്റ് പ്രിവെയിലിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 5%. അപ്പോൾ നാട്ടിൽ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ നൽകുന്ന ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് 5% ആണെങ്കിൽ അത് വെച്ച് ആ വസ്തുവിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാണാനാണ് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിന് ക്യാപിറ്റൽ കോസ്റ്റ് ഉണ്ട്, അത് അതിന്റെ മുടക്ക് മുതലാണ്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഉണ്ട്, അത് അതിന്റെ വരുമാനത്തിനനുസരിച്ച് നമ്മൾ കണക്കാക്കുന്ന ഒരു മൂല്യമാണ്. അത് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഡാറ്റയെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബിൽഡിംഗ് ആണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്. ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ദ ബിൽഡിംഗ് ഈസ് 5 lakh അല്ലേ? അയാള് ആ ബിൽഡിംഗ് വാങ്ങിച്ചിട്ടുള്ളത് 5 ലക്ഷം രൂപയ്ക്കാണ്. ദ ടോട്ടൽ റെന്റ് ഫ്രം ദ ബിൽഡിംഗ് ഇൻ എ മന്ത്, ഒരു മാസം അയാൾക്ക് കിട്ടുന്ന വാടക എത്രയാണ്? 3000 രൂപയാണ്. അപ്പൊ നമുക്ക് അതിന്റെ വർഷ വാടക എത്രയാണെന്ന് നോക്കണ്ടേ? ദ ടോട്ടൽ റെന്റ് ഇൻ ആൻ ഇയർ, ഒരു വർഷം അയാൾക്ക് കിട്ടുന്ന റെന്റ് എന്നുള്ളത് 3000 12 മാസങ്ങളിലായിട്ട് 36,000 രൂപയാണ് മൂപ്പർക്ക് വാർഷിക വാടക കിട്ടുന്നത്. ദ ഇയർലി റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് മൊത്തം കിട്ടുന്ന തുകയുടെ 20% അല്ലേ? അപ്പൊ 20% രൂപ നമുക്ക് ചെലവായിട്ട് പോവും. അപ്പൊ കിട്ടുന്ന 36,000 രൂപയുടെ 20% എന്ന് പറയുമ്പോൾ 7,200 രൂപയാണ്. അപ്പോൾ ആകെ കിട്ടുന്ന 36,000 നിന്ന് ഒരു വർഷം 7,200 രൂപ പല രീതിയിൽ മെയിൻ്റനൻസിനും റിപ്പയറിനും വേണ്ടിയിട്ട് ചെലവാക്കേണ്ടി വരും. സോ പിന്നെ ഒരു ഡാറ്റ കൂടെ തന്നിട്ടുള്ളത് എന്താണ്? ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഹയസ്റ്റ് പ്രിവെയിലിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 5%. 5% പലിശ നിരക്കാണ് ഏറ്റവും ഉയർന്ന പലിശ നിരക്കായിട്ട് ബാങ്കിൽ നിന്ന് ലഭിക്കുന്നത് എങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ എഴുതി വെച്ചിട്ടുള്ള ടോട്ടൽ ഡാറ്റയെ ഒന്നുകൂടെ സോർട്ട് ചെയ്യാണ്. ഓക്കെ, നമുക്ക് ആ രീതിയിലായിരിക്കണം എക്സാമിന് നമ്മൾ എഴുതേണ്ടത്. സോ ഫസ്റ്റ് ഐ എം റൈറ്റിംഗ് ക്യാപിറ്റൽ കോസ്റ്റ്. ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മുടക്ക് മുതലല്ലേ? 5 ലക്ഷം രൂപയാണ് ആ ബിൽഡിങ്ങിന് വേണ്ടി അർജുന് മുടക്കിയത്. സോ ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ കോസ്റ്റ്. സെക്കൻഡ് വൺ ഈസ് ഗ്രോസ് ഇൻകം. ഗ്രോസ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന മൊത്ത വരുമാനം, യഥാർത്ഥത്തിൽ കിട്ടുന്ന വരുമാനം 3000 രൂപ വെച്ച് 12 മാസത്തിന് 36,000 രൂപ. ഇതാണ് ഗ്രോസ് ഇൻകം. ഔട്ട് ഗോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവുകളാണ്. അപ്പോൾ അതിന് ഔട്ട് ഗോയിങ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതണം, ചിലവുകൾ. അപ്പോൾ 36,000 നിന്നും ചെലവ് ചുരുക്കി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് നെറ്റ് ഇൻകം. അപ്പം നെറ്റ് ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഗ്രോസ് ഇൻകത്തിൽ നിന്നും ഔട്ട് ഗോയിങ്ങിനെ കുറക്കണം, ചെലവുകളെ കുറക്കണം. അപ്പോൾ 36,000 നിന്നും 7,200 രൂപ കുറച്ചാൽ ബാക്കി നമുക്ക് കിട്ടും 28,800. 28,800 രൂപയാണ് ആ വസ്തുവിൽ നിന്നും കിട്ടുന്ന നെറ്റ് ഇൻകം. നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ എല്ലാ ചെലവുകളും കഴിച്ച് ബാക്കിയുള്ള ലാഭം. ഇനി നമുക്ക് എന്ത് കാണണം? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാണണം. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാണുന്നതിന് മുമ്പ് നമുക്ക്
ഇയേഴ്സ് പർച്ചേസ് കാണണം. ഇയേഴ്സ് പർച്ചേസിന് നമുക്ക് എന്തറിയണം? ഇൻട്രസ്റ്റ് അറിയണം. ഇൻട്രസ്റ്റ് ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ആസ് 5%. അപ്പോൾ ഇയേഴ്സ് പർച്ചേസ് എങ്ങനെ കാണാം? ഇയേഴ്സ് പർച്ചേസ് കാണാൻ 100/i എന്നുള്ള ഇക്വേഷൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ 1/i എന്ന് എഴുതും. 1/i എന്ന് എഴുതുമ്പോൾ 1/0.05 എന്നാണ് എഴുതേണ്ടത്. ഡെസിമൽ ആയിട്ട് എഴുതണം. അതർവൈസ് 100/, എന്ന് എഴുതുമ്പോൾ 5 എന്ന് ഡയറക്റ്റ് ചെയ്താം. അപ്പോൾ ശതമാനത്തിൽ എഴുതുക എന്നുണ്ടെങ്കിൽ പിന്നെ 100/i എന്ന് ഉപയോഗിക്കണം. ഡെസിമൽ ആയിട്ട് എഴുതുക എന്നുണ്ടെങ്കിൽ 1/i എന്ന് ഉപയോഗിക്കണം. അപ്പം അങ്ങനെയാണ് ഇയേഴ്സ് പർച്ചേസ് കാണേണ്ടത്. ഇവിടെ സിങ്കിങ് ഫണ്ടിനെ നമ്മൾ കൺസിഡർ ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഇക്വേഷൻ. സിങ്കിങ് ഫണ്ട് എന്നുണ്ടെങ്കിൽ 1/s+c എന്നുള്ള ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മൾ അത് സംശയമുള്ളവർക്ക് ക്ലാസ് എടുത്ത് നോക്കാം. അപ്പോൾ 100/i എന്നുള്ളിടത്ത് 100/5 എന്ന് എനിക്ക് എഴുതാം. 100/5 ഈസ് ഈക്വൽ ടു 20 അല്ലേ? ഇയേഴ്സ് പർച്ചേസ് എന്നുള്ളത് 20 rupees ആണ്. അപ്പോൾ നമുക്ക് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാണാം. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഈസ് ഈക്വൽ ടു നെറ്റ് ഇൻകം ഇൻടു ഇയേഴ്സ് പർച്ചേസ്. ഒരു വർഷത്തിൽ കിട്ടുന്ന മൊത്തം വരുമാനത്തിനെ ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വസ്തുവിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെ നെറ്റ് ഇൻകം നമ്മൾ നേരത്തെ കണ്ടു 28,800 ആണ്. ഇയേഴ്സ് പർച്ചേസ് ഇവിടെ 20 എന്നും കണ്ടു. സോ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 5,76,000. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ക്യാപിറ്റൽ കോസ്റ്റ് അറിയാം, ക്യാപിറ്റലൈസ്ഡ് വാല്യൂ അറിയാം. അതൊന്ന് എഴുതി നോക്കിയാലോ. ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ദ ബിൽഡിംഗ് ഈസ് 5 lakh ആൻഡ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് ഈസ് 5,76,000. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? 5 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഞാൻ ആ ബിൽഡിംഗ് പണിഞ്ഞിട്ടുള്ളത്. ആ വസ്തുവിൽ നിന്നുള്ള വരുമാനം അനുസരിച്ച് നോക്കുമ്പോൾ ആ വസ്തുവിന്റെ മൂല്യം എന്നുള്ളത് 5,76,000 രൂപയാണ്. അതായത് ഈ 5 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ ആ പണിഞ്ഞ ബിൽഡിങ്ങിൽ നിന്നും എനിക്ക് കിട്ടുന്ന വരുമാനം ഒരു ബാങ്കിൽ നിന്നും ലഭിക്കണമെങ്കിൽ ആ ബാങ്കിൽ ഞാൻ 5,76,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം. മനസ്സിലായല്ലോ? അതാണ് അതിന്റെ ലോജിക്ക്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളും കൂടെ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ പ്രോബ്ലത്തിന്റെ സെക്കൻഡ് എക്സാമ്പിൾ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. A man bought a car for 12 lakh rupees for letting. അപ്പോൾ ഏതോ ഒരാൾ 12 ലക്ഷം രൂപയ്ക്ക് ഒരു കാർ വാങ്ങിക്കുകയാണ് ഫോർ ലെറ്റിംഗ്, വാടക കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ പ്രവാസികളായ ആളുകൾക്കൊക്കെ കാർ വാടക കൊടുക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ ഒരാൾ 12 ലക്ഷം രൂപ കൊടുത്തിട്ട് നല്ല കാർ വാങ്ങിച്ച് എന്നിട്ട് അത് നാട്ടുകാർക്കൊക്കെ വാടക കൊടുക്കാൻ തുടങ്ങി. And the total rent obtained from the car is 8,000 per month. ഇയാൾ മാസത്തിനാണ് വാടക കൊടുക്കുക. ആൻഡ് ഒരു മാസത്തിന് 8,000 രൂപയാണ് അയാൾക്ക് വാടകയായിട്ട് കിട്ടുന്നത്. The yearly repair and maintenance cost of the car is about 10,000 rupees. 10,000 രൂപയാണ് ഇയാൾക്ക് ആ വണ്ടിയുടെ മെയിൻ്റനൻസിനും സർവീസിനും റിപ്പയറിനൊക്കെ വേണ്ടിയിട്ട് എല്ലാ വർഷവും ചിലവാകുന്നത്. Find the capitalized value of the car if the highest prevailing rate of interest is 6%. ബാങ്കിൽ പൈസ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 6% പലിശ നിരക്ക് ലഭിക്കുന്നുവെങ്കിൽ വസ്തുവിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാണുക എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ ഇവിടെ ചോദ്യത്തിന്റെ അന്തസത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്റെ കയ്യിൽ 12 ലക്ഷം രൂപയുണ്ട്. ആ 12 ലക്ഷം രൂപ കൊടുത്ത് കാറ് വാങ്ങിച്ച് 8,000 രൂപ മാസ വാടകയ്ക്ക് അയാൾ വാടക കൊടുക്കുക എന്നുണ്ടെങ്കിൽ അയാൾ അതിന്റെ റിപ്പയർ മെയിൻ്റനൻസ് എല്ലാം കഴിഞ്ഞ് അയാൾക്കൊരു സെർട്ടൺ എമൗണ്ട് അയാളുടെ പോക്കറ്റിൽ ലാഭമായിട്ട് വരും. ഇതേ ലാഭം ഒരു ബാങ്കിൽ നിന്നും പലിശയായിട്ട് കിട്ടണമെങ്കിൽ ആ ബാങ്കിൽ എത്ര രൂപ അയാൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് കണക്കാക്കുന്ന ഒരു ചോദ്യമാണ്. അതാണ് ഇവിടുത്തെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്നുള്ളതിന്റെ ആശയം. അപ്പോൾ ഇവിടെ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 12 ലക്ഷം രൂപ ശരിക്കും കാറ് വാങ്ങിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വഴിയുള്ള ലാഭം ആണോ, അതോ ഇതേ 12 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണോ, എന്നാൽ അതിന്റെ പലിശ കിട്ടുന്നത് ഇതിന്റെ വരുമാനത്തിനേക്കാളും കൂടുതലോ കുറവോ എന്തോ ആയിരിക്കും എന്നാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ 12 ലക്ഷം രൂപയിൽ നിന്നും കിട്ടുന്ന വരുമാനം, കാറിലൂടെ കിട്ടുന്ന വരുമാനം ബാങ്കിൽ നിന്നും കിട്ടാൻ എത്ര രൂപ നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടണം എന്നാണുള്ള ക്വസ്റ്റ്യൻ. സോ നമുക്കതിന്റെ ഡാറ്റ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് എഴുതാം. ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ദ കാർ ഈസ് 12 lakh അല്ലെ, 12 ലക്ഷം രൂപയ്ക്കാണ് ക്യാപിറ്റൽ കോസ്റ്റ്. മുതൽ മുടക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാർ വാങ്ങിക്കുന്നത്. ആൻഡ് ദ ടോട്ടൽ റെന്റ് ഒബ്റ്റെയിൻ ഫ്രം ദ കാർ ഈസ് 8,000 അല്ലെ, ഒരു മാസം കിട്ടുന്നത് 8,000 രൂപയാണ്. അപ്പോൾ ഒരു വർഷമോ, ദ ടോട്ടൽ റെന്റ് ഇൻ ആൻ ഇയർ ഈസ് 12 into 8,000. 12 മാസം 8,000 രൂപ വെച്ചിട്ട് he will get 96,000 rupees. 96,000 രൂപയാണ് വാർഷിക വാടക ഇനത്തിൽ ഈ മുതലാളിക്ക് കിട്ടുന്നത്. ദ ഇയർലി റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നത് 10,000 രൂപ. അപ്പൊ ആ കിട്ടുന്ന 96,000 രൂപയിലെ 10,000 രൂപ മറ്റു ചെലവുകളായിട്ട് കാറിന്റെ പുറത്ത് തന്നെ ചെലവാക്കേണ്ടിയിരിക്കുന്നു.
പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റ എന്താണ്? ഹയസ്റ്റ് പ്രിവൈലിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 6%. ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഉയർന്ന പലിശ നിരക്ക് എന്നുള്ളത് 6% ആണ്. അപ്പോൾ നമ്മൾ എന്ത് ഇതിൽ നിന്ന് നമ്മൾ എന്താണ് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഈ കാറിന്റെ യഥാർത്ഥ ചെലവ് അറിയാം, കാറിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അറിയാം. ഇതേ വരുമാനം ബാങ്കിൽ നിന്ന് ലഭിക്കാൻ 6% പലിശ നിരക്കിൽ ബാങ്കിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ക്യാപിറ്റൽ കോസ്റ്റ് നമുക്കറിയാം 12 ലക്ഷം രൂപയാണ്. ഗ്രോസ് ഇൻകം, മൊത്തം ആ കാറിൽ നിന്നും കിട്ടുന്ന വരുമാനം 96,000 രൂപ. അതെങ്ങനെയാ? 8,000 രൂപ വെച്ച് 12 മാസം കൊണ്ട് 96,000 രൂപ കിട്ടും. ഔട്ട് ഗോയിങ്സ് ആയിട്ട് വരുന്നത്, അതായത് മറ്റ് ചെലവുകൾ വരുന്നത് 10,000 രൂപ. സോ നെറ്റ് ഇൻകം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് യഥാർത്ഥത്തിൽ ചെലവുകളെല്ലാം കിഴിച്ച് വരുന്ന വരുമാനം എന്നുള്ളത് ഗ്രോസ് ഇൻകത്തിൽ നിന്നും ഔട്ട് ഗോയിങ് കുറച്ചാൽ മതി. 96,000 നിന്നും, അതായത് വരവിൽ നിന്നും 10,000 രൂപ ചെലവ് ഒഴിവാക്കിയപ്പോൾ ബാക്കി 86,000 രൂപ. ഇത്രയാണ് എന്ത്? നെറ്റ് ഇൻകം. ആ വസ്തുവിൽ നിന്നും നമുക്ക് കിട്ടുന്ന യഥാർത്ഥ ലാഭം. ഇനി നമ്മൾ എന്താണ് കാണേണ്ടത്? ഈ 86,000 രൂപ ബാങ്കിൽ നിന്നും 6% പലിശ നിരക്കിൽ 86,000 രൂപ നമുക്ക് ഓരോ വർഷവും കിട്ടാൻ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം? ഓക്കെ, ഈ 86,000 രൂപ പലിശയായിട്ട് ബാങ്കിൽ നിന്നും ലഭിക്കാൻ, ബാങ്കിൽ 6% പലിശ നിരക്കെങ്കിൽ എത്ര രൂപ ക്യാപിറ്റലായിട്ട് നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം? അതിന് പറയുന്ന പേരാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. അത് കണ്ടെത്താൻ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ക്ലൂ തന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഹയസ്റ്റ് പ്രിവെയിലിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 6%. 6% പലിശ നിരക്ക്. അടുത്തതായിട്ട് നമ്മൾ കാണേണ്ടത് എന്താണ്? we have to find the years purchase. Years purchase നമ്മൾ പറഞ്ഞു 100 by I if the I is in percentage. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100 by 6. 100 by 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is 16.66666 എന്ന് പറയും. അതിനെ നമുക്ക് 16.67 എന്ന് റൗണ്ട് ഓഫ് ചെയ്യാം. ആൻഡ് ഇയേഴ്സ് പർച്ചേസ് അറിയാം, നെറ്റ് ഇൻകം അറിയാം. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഈസ് ഈക്വൽ ടു നെറ്റ് ഇൻകം ഇൻടു ഇയേഴ്സ് പർച്ചേസ്. അവിടെ നെറ്റ് ഇൻകം എന്നുള്ളത് 86,000 രൂപയാണ്. ഇയേഴ്സ് പർച്ചേസ് നമ്മൾ കണ്ടെത്തിയത് 16.67 ആണ്. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 14,33,333 രൂപ 33 പൈസ. 14,33,333 റുപ്പി ആൻഡ് 33 പൈസ. ഇതാണ് അതിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. അതായത് ഈ കാറിൽ ഇൻവെസ്റ്റ് ചെയ്തത് പ്രകാരം എനിക്ക് കിട്ടുന്ന ലാഭം ബാങ്കിൽ നിന്നും എനിക്ക് കിട്ടാൻ വേണ്ടി ബാങ്കിൽ ഞാൻ 14,33,333 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. അതൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ദ കാർ ഈസ് 12 lakh റുപ്പീസ്. ആ കാറിന് വേണ്ടി ചെലവാക്കിയത് 12 ലക്ഷം രൂപയാണ്. അതുവഴി കിട്ടുന്ന ലാഭം അത് ബാങ്കിൽ നിന്നാണ് കിട്ടാൻ ഞാൻ എത്ര രൂപ ചെലവാക്കണം? 14,33,333 രൂപ ചെലവാക്കണം. അതായത് ആ വസ്തുവിൽ നിന്നും നല്ല ലാഭം കിട്ടുന്നതെന്നാണ് അർത്ഥം. അപ്പോൾ ഈ ക്യാപിറ്റൽ കോസ്റ്റിനെക്കാളും കൂടുതലാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. അപ്പോൾ ആ വസ്തു ഞാൻ ബാങ്കിൽ, ഈ 12 ലക്ഷം ഞാൻ ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ലാഭം കിട്ടൂലായിരുന്നു. ആ 12 ലക്ഷം രൂപ ഞാനൊരു കാറിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 14 ലക്ഷം രൂപ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ലാഭം എനിക്ക് കിട്ടുന്നുണ്ട്. അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ബ്രീഫാക്കി പറയാം. ഒരു പശു ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു സാങ്കല്പിക പശുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്കുകളൊക്കെ ചിലപ്പോൾ ഈ പശുവായിട്ട് ചേർന്ന് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് സാങ്കല്പിക പശു എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പശുവിനെ ഞാൻ വാങ്ങിക്കുകയാണ്. ആ പശുവിനെ വാങ്ങാൻ വേണ്ടി ഞാൻ മുടക്കുന്ന ചെലവിനെയാണ് ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. പശുവിനെ ഞാൻ വാങ്ങിച്ചത് 50,000 രൂപക്കാണെന്ന് വിചാരിക്കുക. ആ പശു എനിക്ക് ചാണകം തരുന്നു, പാല് തരുന്നു. ആ പാലും ചാണകവും ഞാൻ വിറ്റിട്ട് കാശ് കിട്ടുന്നുണ്ട്. ആ കാശിന് ഞാൻ പശുവിന് തിന്നാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ വർഷം, ഓരോ വർഷവും എനിക്ക് പശുവിൽ നിന്നും കിട്ടുന്ന ലാഭം ടോട്ടൽ ഒരു 20,000 രൂപയാണെന്ന് വിചാരിക്കുക. ഒരു വർഷം 20,000 രൂപ അതിൻ്റെ തീറ്റ കൊടുക്കാനുള്ള ചെലവ് കിഴിച്ച് ആ പശുവിൽ നിന്നും കിട്ടുന്ന പാലും ചാണകവും വിറ്റിട്ട് എനിക്ക് 20,000 രൂപ ലാഭമായിട്ടൊരു വർഷം കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 20,000 രൂപ ഞാൻ ഒരു ബാങ്കിൽ നിന്നും എനിക്ക് പലിശയായിട്ട്
ഈ 20,000 രൂപ കിട്ടാൻ ഞാൻ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം? ഇതാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. അപ്പോൾ ഇവിടുത്തെ കേസിൽ ബാങ്കിൻ്റെ പലിശ നിരക്ക് 10% ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താലാണ് എനിക്ക് എന്ത് കിട്ടുക? ഈ ബാങ്കിൽ നിന്നും 20,000 രൂപ ഓരോ വർഷം കിട്ടുക. 10% പലിശ നിരക്ക് ഉണ്ടെങ്കിൽ അത് 10% അത് നമുക്ക് എത്രയാണെന്നും ക്വസ്റ്റ്യനിൽ തരുന്ന പോലെയാണ് അത് ഉപയോഗിക്കേണ്ടത്. നോർമലി ഒരു ബാങ്കിലെ പലിശ നിരക്ക് എന്നുള്ളത് 5, 6 ഒക്കെയാണ്. 10 ഒരിക്കലും ബാങ്കിൻ്റെ പലിശ നിരക്കായിട്ട് കാണാറില്ല. പരമാവധി 5%, 6% ഒക്കെയാണ് ബാങ്കിലെ പലിശ നിരക്ക് ഉണ്ടാവുക. 10% പലിശ നിരക്കെങ്കിൽ ആ പശുവിൽ നിന്നും കിട്ടുന്ന വരുമാനം ബാങ്കിൽ നിന്നും പലിശയായിട്ട് കിട്ടാൻ ബാങ്കിൽ ഞാൻ 2 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കതിൽ നിന്ന് എന്ത് മനസ്സിലായി? 50,000 രൂപ കയ്യിലുണ്ടെങ്കിൽ അത് ബാങ്കിലിടാതെ ഒരു പശുവിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ബാങ്കിൽ 2 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മെച്ചം കിട്ടുമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കാശ് ഒരു വസ്തു വാങ്ങിക്കുന്നതിന് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലൊരു 10 ചോയ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചാൽ അത് 10 ലക്ഷം രൂപ വെച്ചിട്ട് നിങ്ങൾ പിന്നെ വസ്തുക്കൾ എന്താണ് വാങ്ങുന്നു എന്നൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ ആ വസ്തു വാങ്ങുന്നത് അതിൽ നിന്നുള്ള വരുമാനത്തിന് ബേസ് ചെയ്തിട്ടായിരിക്കണം. ഒരു 10 ചോയ്സ് നിങ്ങളുടെ മുന്നിലുണ്ട്. ഒരു കാറ് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഒരു ബസ് എടുത്തിട്ട് ബസ് റൂട്ടിൽ ഓടിക്കാം, അതല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് എടുത്ത് വാടക കൊടുക്കാം, അല്ലെങ്കിൽ ഹോട്ടൽ നടത്താം, അതല്ലെങ്കിൽ ഒരു കോറി ആക്കാം. അങ്ങനെ ഏത് ഓപ്ഷൻ എടുക്കുക എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തായിരിക്കണം ചെക്ക് ചെയ്യേണ്ടത്? ആ വസ്തുവിൽ എത്ര ലാഭം ഉണ്ടെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ ലാഭത്തിനനുസരിച്ച് ആ വസ്തുവിന് ഒരു മൂല്യമുണ്ട്. ആ മൂല്യത്തിനെയാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ വസ്തുക്കളുടെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഒരു വസ്തു നമ്മൾ വാങ്ങണമോ വാങ്ങണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. എനിവേ, ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു എവരി വൺ. ഹാവ് എ നൈസ് ഡേ.